അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1390. സൂറത്ത് യൂസുഫ് 77 മുതൽ 83 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا إن يسرق فقد سرق أخ له من قبل فأسرها يوسف في نفسه ولم يبدها لهم قال أنتم شر مكانا والله أعلم بما تصفون قالوا يا أيها العزيز إن له أبا شيخا كبيرا فخذ أحدنا مكانه إنا نراك من المحسنين قال معاذ الله أن نأخذ إلا من وجدنا متاعنا عنده إنا إذا لظالمون فلما استيئسوا منه خلصوا نجيا قال كبيرهم ألم تعلموا أن أباكم قد أخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف فلن أبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين ارجعوا إلى أبيكم فقولوا يا أبانا إن ابنك سرق وما شهدنا إلا بما علمنا وما كنا للغيب حافظين واسأل القرية التي كنا فيها والعير التي أقبلنا فيها وإنا لصادقون قال بل سولت لكم أنفسكم أمرا فصبر جميل عسى الله أن يأتيني بهم جميعا إنه هو العليم الحكيم صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. ഖാലു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ പറഞ്ഞു, ഈ യസ്രിഖ് ബിന്യാമീൻ കളവ് നടത്തിയെങ്കിൽ ഫഖദ് സറഖ അഖുൽ ലഹു മിൻ ഖബൽ, അവന്റെ സഹോദരനുണ്ടായിരുന്നു യൂസുഫ് പണ്ട്, അദ്ദേഹം മുമ്പ് കളവ് നടത്തിയിട്ടുണ്ട്, അത് അവരുടെ ഒരു സ്വഭാവമാണ് എന്നർത്ഥം. ഫഅസറഹ യൂസുഫ് ഫീ നഫ്സിഹി, അപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അത് തന്റെ മനസ്സിൽ രഹസ്യമാക്കി വെച്ചു. വലം യുബദിഹാ ലഹും, അവർക്ക് അത് വെളിവാക്കിയില്ല. അതായത് സംഗതിയുടെ കിടപ്പെന്താന്ന് അവരോട് പറഞ്ഞില്ല, മനസ്സിൽ വെച്ചു. ഖാല, മനസ്സിൽ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുകയും ചെയ്തു, അൻതും ശർറും മക്കാന, നിങ്ങൾ ഏറ്റവും മോശമായ നിലപാടുകാരാണ്. വല്ലാഹു അഅലമു ബിമാ തസിഫൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊക്കെ അള്ളാഹുവിന് നന്നായിട്ട് അറിയാമെന്ന്. ഖാലു, അവർ പറഞ്ഞു, യാ അയ്യുഹൽ അസീസു, ഓ പ്രിയപ്പെട്ടവരെ പ്രഭോ, ഇന്ന ലഹു അബൻ ശൈഖൻ കബീറ, നിശ്ചയം ഈ ബിന്യാമീന് വയസ്സായ ഒരു ഉപ്പയുണ്ട്. ഫഖുദ് അഹദനാ മക്കാനഹു, അതുകൊണ്ട് ആ ഉപ്പാക്ക് ഇവൻ ഇല്ലാണ്ടായ വേദന കൂടും. അതിനാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഇവന്റെ സ്ഥാനത്ത് നിങ്ങൾ പിടിച്ചു വെക്കുക. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നല്ല നന്മ ചെയ്യുന്നവരിൽ ഒരാളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപ്പാനോടുള്ള ഒരു അനുകമ്പ എന്ന രൂപത്തിൽ, കാരുണ്യം എന്ന രൂപത്തിൽ ഇവനെ വിട്ടു തരണം, ഞങ്ങളെ കൂട്ടുന്ന ഒരാളെ പിടിച്ചു വെക്കണം എന്ന് പറഞ്ഞു. കാലായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, മഅദല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു, അല്ലെങ്കിൽ അള്ളാഹുവോട് കാവല് തേടുന്നു, അൻ നഅഖുദ, നാം പിടിച്ചു വെക്കലിനെ തൊട്ട്, ഇല്ലാമൻ വജദനാ മതഅനാ ഇൻദഹു, നമ്മുടെ ചരക്ക് ആരെടുത്താണോ കണ്ടുകിട്ടിയതെങ്കിൽ അവനെ അല്ലാതെ, അഥവാ കുറ്റവാളിയെ അല്ലാതെ മറ്റൊരു നിരപരാധിയെ പിടിച്ചു വെക്കലിനെ തൊട്ട് നമ്മൾ അള്ളാഹുവോട് കാവല് തേടുന്നു. ഇന്നാ ഇദല്ല ളാലിമൂൻ, അങ്ങനെ നമ്മൾ പിടിച്ചു വെച്ചാൽ, നിരപരാധികളെ ശിക്ഷിച്ചാൽ നാം അക്രമികളിൽ പെട്ടുപോകും. അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടുതരാൻ സാധ്യമല്ല, പകരം ഒരാളെ വേണ്ടതാനും എന്ന് പറഞ്ഞു. അങ്ങനെ ഫലമ്മസ്തൈഅസൂ മിൻഹു, ബിന്യാമീനെ സംബന്ധിച്ച് അവർ നിരാശരായപ്പോൾ, അതായത് ബിന്യാമീനെ വിട്ട് കിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഖലസൂ നജിയ,
അവര് മാറിയിരുന്ന് പിന്നെ അഭിമുഖ സംഭാഷണം നടത്തി. ആളുകളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ മാറിയിരുന്നിട്ട് നമ്മൾ ഇനി എന്തു ചെയ്യുമെന്ന് അവർ പരസ്പരം കൂടിയാലോചന നടത്തി. ആ ആലോചനയിൽ കാല കബീറുഹും അവരുടെ കൂട്ടത്തിലെ മൂത്തയാള് വലിയ ആള് പറഞ്ഞു, അലം തഅലമു, നിങ്ങൾക്ക് അറിയാലോ, അന്ന അബാക്കും, നിങ്ങളുടെ ഉപ്പ ഖദ അലൈക്കും മൗസിഖം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ളൊരു കരാറ് നിങ്ങളിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അഥവാ പടച്ചോനെ മുൻനിർത്തി നിങ്ങളോടൊരു കരാറ് സ്വീകരിച്ചിട്ടുണ്ട്. ഒമിൻ ഖബലു, മുമ്പ് മാ ഫറത്തും ഫി യൂസുഫ, യൂസുഫിന്റെ വിഷയത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഴ്ച വരുത്തിയിട്ടുണ്ട്. യൂസുഫിന്റെ വിഷയത്തിൽ ചെയ്ത കരാറ് പാലിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ബിന്യാമിന്റെ വിഷയത്തിലും കരാറ് പാലിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഫലൻ അബറഹൽ അർള, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുവരുന്നതല്ല, ഹത്തായഅ്ദനലി അബി, എന്റെ ഉപ്പ എനിക്ക് സമ്മതം തന്നാലല്ലാതെ, ഔ യഹ്കും അല്ലാഹുലി, അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായി അള്ളാഹു വല്ല വിധിയും പ്രഖ്യാപിച്ചാലല്ലാതെ ഞാൻ ഇവിടുന്ന് വരില്ല, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. വഹുവ ഖൈറുൽ ഹക്കീമീൻ, അള്ളാഹുവാണ് ഏറ്റവും നല്ല വിധികർത്താവ്. ഇർജിഉ ഇലാ അബീക്കും, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുക. എന്നിട്ട് ഫഖൂലു, നിങ്ങൾ പറയുക, യാ അബാന, ഞങ്ങളെ ഉപ്പ, ഇന്നബനക സറക്ക, ഞങ്ങളെ മകൻ കളവ് നടത്തി, ഒമാ ഷഹീദിന ഇല്ലാ ബിമാ അലിംന, ഞങ്ങൾക്ക് അറിയാവുന്ന സംഗതി അല്ലാതെ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ല. ഒമാ കുന്നാലിൽ ഗൈബി ഹാഫിലീൻ, ഞങ്ങളെ അദൃശ്യം മനപ്പാടാക്കിയ ആൾക്കാരൊന്നും അല്ലല്ലോ. നിങ്ങളെ മകൻ കളവ് നടത്തുന്ന ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. കളവ് നടത്തിയെന്ന് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് എന്ന്. അതിന് വസ്അലിൽ ഖറിയത്തല്ലത്തി കുന്നാ ഫീഹ, ഞങ്ങൾ ഏത് നാട്ടിലാണോ ഉണ്ടായിരുന്നത്, അഥവാ മിസ്ർ, അവിടെയുള്ള ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. എയർലത്തി അഖബൽന ഫീഹ, ഏതൊരു സംഘത്തിലാണോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ആ യാത്രാ സംഘത്തോടും, പറഞ്ഞാൽ ഇവിടുന്ന് പോയവരോടും മിസ്റിലുള്ളവരോടും ഉപ്പാക്ക് വേണേൽ ചോദിച്ചു നോക്കാം. എന്ത്, ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് വൈന്നാല സ്വാദിഖൂൻ, നിശ്ചയം ഞങ്ങൾ സത്യം പറയുന്നവർ തന്നെയാണ്, ഈ പറയുന്നത് 100% ശരിയാണ് എന്നർത്ഥം. കാല, അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ബൽ, പക്ഷേ സവ്വലത്തിലക്കും അംഫുസുക്കും അമ്ര, നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ശരീരം ഭംഗിയാക്കി കാണിച്ചു, ആ ഭംഗിയാക്കി കാണിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് ഫസബറുൻ ജമീൽ, ഏറ്റവും നല്ല ക്ഷമയാണ് കരണീയമായിട്ടുള്ളത്. അസല്ലാഹു അയ്യഅ്തിയനി ബിഹിം ജമീഅ, അവരെ എല്ലാവരെയും അള്ളാഹു എനിക്ക് ഒന്നിച്ച് തന്നേക്കും, ഒരുമിച്ച് കൊണ്ടുവന്ന് തന്നേക്കും. ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം, നിശ്ചയം അവൻ എല്ലാം അറിയുന്നവനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ് എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പൊ ഇവിടെ പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം സഹോദരൻ ബിന്യാമീന്റെ ഭാണ്ഡത്തിൽ അളവ് പാത്രം സ്വയം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പണിക്കാരെ കൊണ്ട് ജോലിക്കാരെ കൊണ്ട് നിക്ഷേപിപ്പിക്കുകയോ ചെയ്തു. എന്നിട്ട് പരിശോധനയിൽ ബിന്യാമീന്റെ ഭാണ്ഡത്തിൽ നിന്ന് അളവ് പാത്രം കിട്ടി. ബിന്യാമീൻ കളവ് നടത്തിയ ആളാണെന്ന് പരസ്യമായി അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു എന്നർത്ഥം. അപ്പൊ ഈ സഹോദരങ്ങള് നേരത്തെ ഞങ്ങൾ ആരും കളവ് നടത്തുന്ന സ്വഭാവത്തിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞവരെന്നെ തന്റെ സ്വന്തം സഹോദരനായ ബിന്യാമീനെ കൈയൊഴിയാൻ അവർ തീരുമാനിക്കുന്ന നിമിഷ നേരത്തിലുള്ള മാറ്റത്തിന്റെ മെയ്വഴക്കം കാണിച്ചുകൊണ്ട് അവർ പറയാണ്, കാലു അവർ പറഞ്ഞു, ഈ അസിരിക്ക്, ഈ ബിന്യാമീൻ കളവ് നടത്തിയെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനില്ല, ഫഖദ് സറഖഹു മിൻ ഖബൽ, ഇവന്റെ നേരെ സഹോദരനുണ്ടായിരുന്നു യൂസുഫ്, അവരും മുമ്പ് കളവ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാം മുമ്പ് കളവ് നടത്തിയെന്ന് അവർ പറഞ്ഞത്, മുമ്പ് കളവ് നടത്തിയെന്ന് അവർ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരു സംഗതി പറഞ്ഞതാണോ, അതല്ല അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു പശ്ചാത്തലമുണ്ടോ എന്ന പരിശോധനയിൽ ബഹുമാനപ്പെട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ അത്തരം ഒരു വാദം പറഞ്ഞത് എന്തുകൊണ്ടാണ്? യൂസുഫ് നബി അലൈഹി സ്വലാം ചെറുപ്പത്തിൽ ഒരു ബിംബത്തെ എടുത്ത് അതിനെ പൊട്ടിച്ച് കളഞ്ഞിരുന്നു. അപ്പൊ അത് ബിംബത്തെ മറ്റൊരാളുടേത് കളവ് നടത്തി എന്ന അർത്ഥത്തിൽ അവരെന്ത് ചെയ്തതാണ്, അതിനെ ദുർവ്യാഖ്യാനിച്ചതാണ് എന്നാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ പരീക്ഷണം, ഞാൻ അതിന്റെ ടെക്സ്റ്റുകൾ വായിക്കണില്ല, ആ ചരിത്രം മാത്രം സമയക്കുറവ് പരിഗണിച്ചുകൊണ്ട് ആശയം മാത്രം പറയാം. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, യൂസുഫ് നബി അലൈഹി സ്വലാമിന് ജീവിതത്തിൽ ആദ്യം ഉണ്ടായ പരീക്ഷണം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. അതെന്തായിരുന്നു? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ അമ്മായി, അതായത് ഉപ്പാന്റെ സഹോദരി ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മകള്,
മൂത്ത മകള് ആയിരുന്നു പിന്നെ അവിടെ വീട്ടിലുണ്ടായിരുന്നു. ആ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം വഫാത്താകുമ്പോൾ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നുള്ള ഒരു അരപ്പട്ട അല്ലെങ്കിൽ ഒരു ബെൽറ്റ് അത് അവരുടെ അടുത്തേക്ക് എന്ത് ചെയ്തിരുന്നു, മൂത്ത മകൾക്ക് അനന്തരം കൊടുക്കുക എന്ന അർത്ഥത്തിൽ അങ്ങനെ കൈമാറിയ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ആ ബെൽറ്റ് സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവവും ആർക്കുണ്ട്? പിന്നെ അമ്മായിക്കുണ്ട്. എന്നാൽ അമ്മായി ആ ബെൽറ്റ് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു സംഭവമുണ്ട്. അതെന്താ? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഉണ്ടായപ്പോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമും സഹോദരനും ബിന്യാമീനും പ്രസവിക്കപ്പെട്ടതിന് ശേഷം അവരുടെ ഉമ്മ മരിച്ചല്ലോ. അവരെ ഉമ്മ മരിച്ചപ്പോ പിന്നെ ഈ കുട്ടികളുടെ സംരക്ഷണം ആരേറ്റെടുത്തു? ഈ അമ്മായി ഏറ്റെടുത്തു. അമ്മായി ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് വലിയ സ്നേഹവും നല്ല വാത്സല്യവും ആർക്കുണ്ടായിരുന്നു? ആ അമ്മായിക്കുണ്ടായിരുന്നതിനും. അങ്ങനെ അവരൊന്നിച്ച് സന്തോഷത്തോടുകൂടെ കഴിയുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കുറച്ചൊക്കെ ഇങ്ങനെ പിന്നെ പ്രായവും അതേപോലെ തന്നെ പക്വതയും ഒക്കെ വരാൻ തുടങ്ങിയപ്പോ ഇനിയെങ്കിലും എന്റെ മകൻ, ഇനിയിപ്പോ ഒരു ഉമ്മാന്റെ ആവശ്യമില്ലല്ലോ കുട്ടിക്ക്, അപ്പൊ ഇനിയെങ്കിലും എന്റെ മകനെ എനിക്ക് വളർത്താമല്ലോ എന്ന ചിന്ത യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മനസ്സിൽ വരികയും പെങ്ങളോട് പോയിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം സെല്ലിമി ഇലയ്യ യൂസുഫ, ഇനി യൂസുഫിന് എന്റെ മോനെ എനിക്ക് തിരിച്ചു താ എന്ന് പറയുകയും ചെയ്തു. അത് പറഞ്ഞപ്പോ പക്ഷെ അവര് പറഞ്ഞു എന്ത്? അവര് പറഞ്ഞു, ഞാൻ ഈ യൂസുഫിനെ എന്ത് ചെയ്യില്ല, നിനക്ക് വിട്ടുതരില്ല. കാരണം ഇത്രയും കാലം കുഞ്ഞുനാൾ മുതലേ ഞാനല്ലേ അവനെ പോറ്റിയത്, അവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടവും സ്നേഹമാണ്. അതുകൊണ്ട് അവൻ എന്റെ അടുത്ത് ഒരു ഉമ്മായെ പോലെ അവൻ എന്നെ കണ്ടുകൊണ്ട് വളർന്നതല്ലേ, അവൻ ഇവിടെ തന്നെ വളരട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇനി നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഇതുവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നില്ലേ, ഇനി അവനില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് യൂസുഫിനെ എനിക്ക് വിട്ടു തരണം എന്ന് വീണ്ടും പറഞ്ഞു. വീണ്ടും പറഞ്ഞപ്പോ, വാശി പിടിച്ച് പറഞ്ഞപ്പോ ഈ പിന്നെ അമ്മായി, അതായത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പെങ്ങള്, അവര് പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ എന്തായാലും പോ, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഏതാനും ദിവസങ്ങൾ എനിക്ക് താ, അതിനുള്ളിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഞാനൊരു മാർഗം കാണാം, ഒരു പക്ഷേ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാൻ എനിക്ക് മാനസികമായ ഒരു അവസ്ഥ വരാൻ ഒരു ചെറിയ സാവകാശം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവിടുന്ന് പോരുകയും യൂസുഫ് നബി അലൈഹി ഇസ്ലാം പിന്നെ ഈ അമ്മായിന്റെ കൂടെ തന്നെ നിൽക്കുകയും ചെയ്യുമ്പോ അമ്മായി എന്ത് ചെയ്തു? അമ്മായി ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് അനന്തരമായി ലഭിച്ചിരിക്കുന്ന ഈ ബെൽറ്റ്, ആ ബെൽറ്റ് എടുത്തിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് അവര് തന്നെ പറഞ്ഞു, ഫഖത്തു മിൻ തഖത്ത ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ ബെൽറ്റ് അനന്തരമായി എന്റെ കയ്യിൽ നിധി പോലെ ഞാൻ സൂക്ഷിച്ചിരുന്ന സാധനം കാണാനല്ല, അതാരോ കട്ടെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഫൻദുറൂ മൻ അഖദഹ വമൻ അസാബഹ, ആരാണത് എടുത്തത് എന്നൊന്ന് നോക്കൂ, ആർക്കാണത് കിട്ടിയിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് ഓരോരുത്തരെയും പരിശോധിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരെയും പരിശോധിച്ചപ്പോ വജദൂഹ മാ യൂസുഫ, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കൂടെ ആ ബെൽറ്റ് കണ്ടു. എന്ന് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അറിയാതെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്തതാണ്? ഇവരെ ഒളിപ്പിച്ചു വെച്ചതാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒപ്പം ഭാണ്ഡത്തുനിന്ന്, ബിന്യാമിന്റെ ഭാണ്ഡത്തുനിന്ന് അളവ് പാത്രം പിടിച്ചതുപോലെ യൂസുഫിന്റെ കൂടെ എന്ത് ചെയ്തു? ആ ബെൽറ്റിന് കണ്ടെത്തി. അപ്പൊ അവര് പറഞ്ഞു, ഇനി എന്തായാലും ഈ യൂസുഫിന് ഞാൻ വിട്ടു തരില്ല, കാരണം എന്റെ മുതല് കട്ടെടുത്ത ആളായിട്ട് അറിയപ്പെട്ട ആളാണ്, അതുകൊണ്ട് തടവുകാരനാക്കിയിട്ട് ഇനി എന്റെ അടുത്ത് നിർത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ഒന്നും പറയാനില്ലാണ്ടായി. അങ്ങനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തിരിച്ചുപോയി. ഇനി നിങ്ങളുടെ അടുത്ത് നിന്നോട്ടെ എന്ന് പറഞ്ഞു. കാരണം വെക്കല്ല മാസത്തെ കയറതാലിക്ക്, അതല്ലാതെ ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, കാരണം മകന്റെ അടുത്ത് ഒരു കുറ്റം തെളിഞ്ഞല്ലോ, ഇനി അതിന്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അവരത് ചെയ്തത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം തന്റെ അടുത്തുനിന്ന് നഷ്ടപ്പെടാതിരിക്കാനാണ്. എന്തായാലും അന്ന് തന്റെ പേരിൽ ഒരു കളവ് നടത്തി എന്നൊരു ദുഷ്പ്രചരണം വന്നിരുന്നല്ലോ, ആ വന്നത് ഇത്തരമൊരു സന്ദർഭത്തിൽ ഇക്കാക്കമാരെന്ത് ചെയ്തതാണ്? എടുത്ത് പ്രയോഗിച്ചതാണ് എന്നാണ് ചരിത്രത്തിലെ ഒരു പക്ഷം. മനസ്സിലായി? അപ്പൊ ഈ യസ്രിക്ക് ഫഖദ് സറഖാഹുല്ലഹു മിൻ ഖബലു, നേരത്തെ ഇവന്റെ സഹോദരൻ ബിന്യാമീനും യൂസുഫും കളവ് നടത്തിയിട്ടുണ്ട്, അപ്പൊ അത് അവരുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫാസറഹ യൂസുഫ് ബി നഫ്സിഹി, യൂസുഫ് നബി അലൈഹി ഇസ്ലാം അതിന് ഇത് മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ള അതിന്റെ യാഥാർത്ഥ്യവും സംഗതി ഒന്നും ചെയ്യാൻ പോയില്ല, പറയാൻ പോയില്ല, മറിച്ച് മനസ്സിൽ തന്നെ പറഞ്ഞു, അന്തും ഷർറും മക്കാനും അല്ലാഹു അലൈഹി തസിഫൂൻ, നിങ്ങൾ എന്തൊരു മോശമായ നിലപാടുകാരാണ്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അക്രമത്തെക്കാർക്ക് അറിയാം, അള്ളാഹുവിനെ അറിയാം എന്ന് പറഞ്ഞു.
അങ്ങനെ കാലു വീണ്ടും സംഗതി പിന്നെ അവർക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ബിന്യാമീനെ വിട്ടുകിട്ടണം. കാരണം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ബിന്യാമീൻ കൂടെ വേണം. അതിനുവേണ്ടി കാലു അവർ പറഞ്ഞു, യാ അയ്യുഹൽ അസീസു പ്രഭു ഇന്നലഹു അബൻ ശൈഖൻ കബീറ, വയസ്സായ ഒരു വാപ്പയാണ് ഈ ബിന്യാമീനുള്ളത്. അതുകൊണ്ട് ഫഖുദ് അഹദന മക്കാനഹു, ഞങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ പിടിച്ചു വെച്ചോളൂ, എന്നിട്ട് അവനൊന്ന് വിട്ടുതരണം. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ വയസ്സുള്ള വാപ്പാന്റെ വേദനയും വിഷമവും, പണ്ട് യൂസുഫിനെ കാണാതായത് മുതൽ തന്നെ അദ്ദേഹം ഭയങ്കര കഷ്ടപ്പാടിലും അതേപോലെ തന്നെ ദുഃഖത്തിലുമാണ്. ഇനി അതിന് പിന്നീട് ഒരു ആശ്വാസം ഉണ്ടായിരുന്ന ആളാണ് ബിന്യാമീൻ. ആ ബിന്യാമീനെ ഞങ്ങൾ നേരത്തെ കൊണ്ടുവരാതിരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? വാപ്പ വിട്ടുതരാത്തത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ നിർബന്ധിച്ചപ്പോഴാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നത്. അത് ഇவ்விதം ഒരു പുലിവാലാകുമെന്ന് ഞങ്ങൾ ധരിച്ചില്ലല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളെ തടവുപുള്ളിയാക്കി പിടിച്ച് പിന്നെ ഈ ബിന്യാമീനൊന്ന് വിട്ടുതരണമെന്നവർ കെഞ്ചിയപ്പോ ബഹുമാനപ്പെട്ട പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയാണ്, കാലമാഅല്ലാഹ്, അള്ളാഹുവോട് ഞങ്ങൾ അഭയം തേടുന്നു. എന്ത് അക്രമങ്ങൾ പറയണത്? അന്നഹുദ ഇല്ലാമജദനമത്താനഹു, കളവ് നടത്തി ഞങ്ങളെ തൊണ്ടി മുതൽ ആരുടെ കിട്ടിയതെങ്കിൽ അയാളല്ലാതെ ഒരു നിരപരാധിയെ പിടിച്ചു വെക്കാനോ അത് സാധ്യമല്ല. ഇന്നല്ലാലിമൂൻ, ആ നേരത്ത് ഞങ്ങൾ അക്രമികൾ ആയിപ്പോവും. തെറ്റ് ചെയ്യാത്ത ഒരാളെ കുറ്റവാളിയാക്കി പിടിക്കാന്ന് പറഞ്ഞാൽ, തെറ്റ് ചെയ്യാത്ത ഒരാൾക്കെതിരെ കുറ്റം ചുമത്താന്ന് പറഞ്ഞാൽ അതെത്ര വലിയ അക്രമമാണ്. അതുകൊണ്ട് അതൊന്നും നടക്കില്ല, നിങ്ങൾക്ക് പോകാം എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോ ഫലം മസ്തൈഅസൂമിൻഹു, ബിന്യാമീനെ സംബന്ധിച്ച് അവർ പിന്നെ നിരാശരായപ്പോൾ എന്ന് പറഞ്ഞാൽ അന്നഹു ലമ്മായ യസൂമിൻ തഖ്ലീസി അഖീഹിം ബിന്യാമീൻ, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ബിന്യാമീനെ രാജാവിൽ നിന്ന് അല്ലെങ്കിൽ മന്ത്രിയിൽ നിന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന നിരാശ അവരെ ബാധിച്ചപ്പോൾ അല്ലദീ ഖദിൽ തസമൂലി അബീഹിം ബിറദ്ദിഹി ഇലൈഹി, വാപ്പാക്കാണെങ്കിലോ നേരത്തെ അവർ വാക്ക് കൊടുത്തിട്ടുമുണ്ടല്ലോ ബിന്യാമീൻ എന്തു വന്നാലും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന്. അപ്പൊ ആ സംഗതി സാധ്യമല്ലാതെ വരികയാണല്ലോ പടച്ചോനെ എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ, ആ ബോധ്യപ്പെട്ട സമയത്ത് ഖലസൂ നജിയാ ഐ ഇംഫറദു അനിന്നാസി, ജനങ്ങളിൽ നിന്ന് അവർ മാറിയിരുന്നു. നജിയൻ യതരാജൗന ഫീമാ ബൈനഹും, അവർ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ട്, അതായത് ഈ ജ്യേഷ്ഠന്മാര് മാത്രം 10 ആളുകൾ അവർ മാത്രം ഒരു സ്ഥലത്ത് സ്വകാര്യമായി ഒരുമിച്ചുകൂടി. എന്നിട്ട് ആ ഒരുമിച്ച് കൂടിയിട്ട് അവർ ചർച്ച ചെയ്തു, നമ്മളിനി എന്തു ചെയ്യും? വാപ്പാനോടാണെങ്കിൽ നമ്മൾ അങ്ങനെ വാക്ക് പറഞ്ഞതല്ലേ, ആ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക ആലോചിക്കുമ്പോ കാല കബീറുഹും, അവരിലെ വലിയ ആള് മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പേര് റൂബീൽ എന്നാണോ യഹൂദ എന്നാണോ എന്ന് 2 അഭിപ്രായമുണ്ട് എന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. എന്തായാലും അദ്ദേഹം പറഞ്ഞു, വഹുവല്ലദീ അശാറ അലൈഹിം ബിൽഖായിഹി ബിൽ ബിഅരി ഇൻദമാ ഹമ്മു ബിഖത്ലിഹി, പണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ ജ്യേഷ്ഠന്മാര് തീരുമാനിക്കുമ്പോ കൊല്ലണ്ട, കരച്ചിലിട്ടാ മതി എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ അഭിപ്രായം പറഞ്ഞ ആളായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിൽ ഇവരിലില്ലാത്ത കുറച്ചുകൂടി നന്മണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങേയറ്റത്തെ ദുഃഖഭാരം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അലം തഅലമു, നിങ്ങൾക്ക് അറിയാലോ, അന്ന അബാക്കും ഖദ് അഖദ അലൈക്കും മൗസിഖം മിനല്ലാഹ്, നമ്മുടെ ഉപ്പ, നിങ്ങളുടെ ഉപ്പ എന്ന് അദ്ദേഹം പറയണത് പ്രയോഗിക്കണം എന്ന് വെച്ചാൽ മൂപ്പരാതിൽ നിന്ന് തൽക്കാലം മാറുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഉപ്പ നിങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ മുൻനിർത്തി ഒരു കരാറ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അറിയാലോ. എന്താ കരാറ്? ലതറുദ്ദുന്നഹു ഇലൈഹി, നിങ്ങൾ ബിന്യാമീനെ ഉപ്പാന്റെ അടുത്തേക്ക് തിരിച്ചെത്തിക്കുമെന്നാണ് ആ കരാറ്. അപ്പൊ എന്നാലോ ഇപ്പത്തെ അവസ്ഥ ഫഖദറായിട്ടും, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ കൈഫത്തായതറ അലൈക്കും ദാലിക, ആ സംഗതി നിങ്ങൾക്ക് എന്തായില്ല സാധ്യമല്ലാതെ മനസ്സിലായിരുന്നല്ലോ. അതേസമയത്ത് മുമ്പ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിലോ നിങ്ങൾക്കറിയാം, വമിൻ ഖബലു മാ ഫറത്തും ഫി യൂസുഫ, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ മുമ്പ് നിങ്ങൾ എന്താക്കിയിട്ടുണ്ട്? ഇതേപോലെ കൃത്യവിലോപം കാണിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടുണ്ട്, വീഴ്ച പറ്റിയിട്ടുണ്ട്. അതേ വീഴ്ചപ്പ ബിന്യാമിന്റെ വിഷയത്തിലും പറ്റിയാണ്. പക്ഷെ രണ്ടു തമ്മിലുള്ള വ്യത്യാസം, യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ നിങ്ങൾ കരുതിക്കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു, ബിന്യാമിന്റെ വിഷയത്തിൽ നിങ്ങൾ നിരപരാധികളാണ്. പക്ഷെ രണ്ടാണെങ്കിലും വാപ്പാന്റെ അടുത്തെത്തുമ്പോ പണ്ട് യൂസുഫിനെ കൊണ്ടുപോയിട്ട് കൊന്നങ്ങള് ഇതേപോലെപ്പന്റെ ബിന്യാമിനെയും കൊണ്ടുപോയിട്ട് കൊന്നു എന്ന വാപ്പാന്റെ ഭാഗത്തുള്ള ശകാരം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യില്ല, ഫലൻ അബറഹല്ല, ഞാൻ ഈ ഭൂമി നീ മിസ്ർ വിട്ട് ഞാൻ വരില്ല, ഹത്താബി, എന്റെ വാപ്പ എനിക്ക് സമ്മതം തരണം, ഈ ഇങ്ങോട്ട് പോന്ന മോനെ, എന്തായാലും അതിപ്പോ സംഭവിക്കേണ്ടൊക്കെ സംഭവിച്ചില്ലേ, ഇനി നീയും കേട്ടോ അവിടെ ഒറ്റപ്പെടണ്ട
എന്ന് വാപ്പാന്റെ സമ്മതം നേരെ കിട്ടിയാലേ ഞാൻ വരൂ. ഔ യഹ്കും അല്ലാഹു ലി, അല്ലെങ്കിൽ അള്ളാഹു എനിക്ക് മറ്റെന്തെങ്കിലും ഒരു വിധി തീരുമാനിക്കണം. എങ്ങനെ? എന്റെ സഹോദരൻ ബിന്യാമീനെ കൂടി രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രം അള്ളാഹു എനിക്ക് തോന്നിച്ചു തന്ന്, ആ തന്ത്രം വർക്കൌട്ടായാൽ എന്റെ സഹോദരൻ ബിന്യാമീനെയും കൊണ്ട് ഞാൻ വരും. അല്ലെങ്കിൽ വാപ്പ എനിക്ക് സമ്മതം തരണം, അതുവരെ ഞാനിനി എങ്ങോട്ടില്ല, കൻആനിലേക്കില്ല എന്ന് സഹോദരങ്ങളോട് അദ്ദേഹം പറഞ്ഞു. അതാ വഹുവ ഖൈറുൽ ഹാക്കിമീൻ, അള്ളാഹുവാണ് ഏറ്റവും നല്ല വിധികർത്താവ്, അവരെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇർജിഊ ഇലാ അബീക്കും, എന്നിട്ട് സഹോദരൻ പറയാണ് മൂത്താള്, ഇർജിഊ ഇലാ അബീക്കും, നിങ്ങളെ പിതാവിന്റെ അടുത്തേക്ക് നിങ്ങൾ മടങ്ങിപ്പോവുക. എന്നിട്ട് ഫഖൂലു, അത് നിങ്ങൾ അവരെ പറയുക, യാ അബാന, ഞങ്ങളെ ഉപ്പ ഇന്നബിനൊക്കെ സറക്ക, നിങ്ങളെ മകൻ ബിന്യാമീൻ കളവ് നടത്തി, ഒമാ ഷഹിദിന ഇല്ല ബിമാ അലിംന, ഞങ്ങൾക്ക് അറിയാവുന്ന ബോധ്യപ്പെട്ട സംഗതിക്കാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പാത്രത്തിൽ നിന്ന് തൊണ്ടി മുതൽ കിട്ടിയത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഒമാ കുന്നാലിൽ ഗൈബി ഹാഫിളീൻ, ഞങ്ങൾ ഒരിക്കലും അദൃശ്യത്തിന് സൂക്ഷിപ്പുകാരല്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മകൻ നിങ്ങളെ കളവ് നടത്തുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് മകനെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ മകൻ ഇപ്പൊ കളവ് നടത്തിയതിന്റെ പേരിൽ തൊണ്ടി മുതലോടുകൂടെ പിടിക്കപ്പെട്ട് അവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഞങ്ങൾക്ക് അറിയാത്ത സംഗതിയാണ് ഇവിടെ പറയുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾ ഈ പറയുന്നത് സത്യമാണ്. എന്ത്? ഞങ്ങളത് കണ്ടതാണ്, ഇവന്റെ ഭാണ്ഡത്തിൽ നിന്ന് തൊണ്ടി മുതൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞങ്ങൾ പറഞ്ഞ വിശ്വാസമില്ലെങ്കിൽ വസ്അലിൽ ഖറിയത്തല്ലത്തി കുന്നാ ഫീഹ, ഞങ്ങൾ ഉണ്ടായിരുന്ന ആ നാട്, ആ ഗ്രാമക്കാരോട്, ആ നാട്ടുകാരോട്, അഥവാ മിസ്റിലുള്ള ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി. അതേപോലെ തന്നെ ഏറല്ലത്തി അക്ബൽനാ ഫീഹ, ഞങ്ങൾ ഏതൊരു സംഘത്തിലാണോ തിരിച്ചെത്തിയത്, അഥവാ നമ്മുടെ നാട്ടിലുള്ള ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികർ, ആ സഹയാത്രികരോട് ഉപ്പ ചോദിച്ചു നോക്കൂ. വൈന്നാല സാദിഖൂൻ, നിശ്ചയം ഞങ്ങൾ സത്യം പറയുന്നവർ തന്നെയാണ്. അതായത് അവരൊക്കെ ഇതിന് സാക്ഷിയാണ്, അവരൊക്കെ അത് കണ്ടിട്ടുണ്ട്, നിങ്ങളെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്, കളവ് നടത്തിയിട്ടുണ്ട് എന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു. കാല യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, ബൽ, അല്ല, ഒരിക്കലും ഞാനത് വിശ്വസിക്കുന്നില്ല. സവ്വലത്തിലേക്കും അംഫുസുക്കും അമ്ര, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയാക്കി കാണിച്ചു. പണ്ട് യൂസുഫിനെ നിങ്ങൾ ആദ്യത്തിൽ കൊണ്ടുപോയിട്ട് എന്തോ ചെയ്തു, ഇപ്പൊ ബിന്യാമീനെയും എന്തോ ചെയ്തു. അതുകൊണ്ട് ഫസബറുൻ ജമീൽ, നല്ല ക്ഷമ മാത്രമാണ് എന്റെ മുന്നിലുള്ളത്. അഥവാ പൊറുതികേട് കാണിക്കാതെ അള്ളാഹു എന്ന യജമാനനോട് ക്ഷമയോടുകൂടെ ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അസല്ലാഹു യഅ്തിയനി ബിഹിം ജമീഅ, അള്ളാഹു അവരെല്ലാവരെയും കൂടെ, എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിന്യാമീനും കാണാനില്ല, അതേപോലെ യൂസുഫ് നബിയും കാണാനില്ല, അതുപോലെ തന്നെ യഹൂദയെയും കാണാനില്ല, എല്ലാവരെയും കൂടെ അള്ളാഹു എനിക്ക് ഒന്നിച്ചു കൊണ്ടുവന്ന് തന്നേക്കും. ഇന്നഹു ഹുവൽ അലീമുൽ ഹക്കീം, നിശ്ചയം അള്ളാഹു സർവജ്ഞനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. ആ പ്രയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കണത് യൂസുഫ് നബി അലൈഹി സ്വലാമും മിസ്സിംഗ് ആണ് എന്നല്ലാതെ, ബിന്യാമീനും മിസ്സിംഗ് ആണ് എന്നല്ലാതെ അവർ കൊല്ലപ്പെട്ടു എന്ന വിശ്വാസമൊന്നും ആർക്കില്ല, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനില്ല. അത് അള്ളാഹു തആല യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് സൂറത്ത് യൂസുഫ് തന്നെ പരിശോധിക്കുമ്പോൾ വരികൾക്കിടയിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് അത് എന്ന് തിരിച്ചറിയുക. അള്ളാഹു നമ്മളെല്ലാം നല്ലവരിൽ പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.